കൊയ്ത്ത് കഴിഞ്ഞ മാസങ്ങൾ പിന്നിട്ടിട്ടും നെല്ല് സംഭരിക്കാത്ത സർക്കാർ നടപടിയിൽ പ്രതിഷേധിച്ച് പാലക്കാട്ട് കർഷകർ സപ്ലൈകോ ഓഫീസ് ഉപരോധിച്ചു. ഉടൻ സംഭരണം നടത്തണമെന്നും മുഴുവൻ നെല്ലും പരിധി നിശ്ചയിക്കാതെ ഏറ്റെടുക്കണമെന്നുമാണ് കർഷകരുടെ ആവശ്യം. രണ്ടാം വിള കൊയ്ത്ത് കഴിഞ്ഞ് 2 മാസത്തിലേക്ക് എത്തിയെങ്കിലും നെല്ല് സംഭരണം നടക്കാത്തതാണ് കർഷകരെ പ്രതിസന്ധിയിലാക്കിയത്. കർഷകരുടെ പ്രതിഷേധം മാസം 2 കഴിഞ്ഞിട്ടും നെല്ലെടുക്കാത്ത ഉദ്യോഗസ്ഥരെ. പാലക്കാട് ജില്ലയിൽ രണ്ടാം വിള കൊയ്ത്തു കഴിഞ്ഞ് 2 മാസത്തിലേറെയായെങ്കിലും ഇതുവരെയും വിവിധയിടങ്ങളിൽ നെല്ല് സംഭരണം ആരംഭിച്ചിട്ടില്ല എന്നാണ് കർഷകർ പറയുന്നത്. പലർക്കും സ്ലിപ്പുകൾ കൊണ്ട് നൽകുന്നു എന്നതല്ലാതെ നെല്ല് സംഭരിക്കുന്നില്ല. ഉദ്യോഗസ്ഥരുടെ അലംഭാവമാണ് ഇതിന് കാരണമെന്ന് ആരോപിച്ച് കർഷകർ സപ്ലൈകോ ഓഫീസറെ ഉപരോധിച്ചു. 1684 ഹെക്ടർ നെൽകൃഷിയുള്ളതാണ്. ഏകദേശം 700 ലോഡോളം അവിടെ നെല്ല് കൊയ്ത്ത് മുഴുവൻ കഴിഞ്ഞിട്ടും ഇതുവരെ സംഭരണത്തിൻ്റെ വളരെ ചീട്ട് കൊടുത്തു എന്ന് പറഞ്ഞു എന്നല്ലാണ്ട് ചീട്ട് കൊടുത്തത് കൊണ്ട് നെല്ല് കയറിപ്പോയില്ല. മഴ പെയ്താൽ നെല്ല് മുഴുവൻ നാശമാകും. അപ്പോൾ ഇത്രയും സമയം 2 മാസമായി കൊയ്തിട്ട് ഇത്രയും മാസം ഈ നെല്ല് എടുക്കാതെ കർഷകരെ ദ്രോഹമായിട്ടുള്ളൊരു സമീപനമാണ് സർക്കാരും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരും ചെയ്യുന്നത്. ഇത്തവണ ജില്ലയിൽ കർഷകർക്ക് കൂടുതൽ വിളവ് ലഭിച്ചിട്ടുണ്ടെന്നും അതുകൊണ്ട് തന്നെ പരിധി നിശ്ചയിക്കാതെ കർഷകർ ഉൽപ്പാദിപ്പിച്ച മുഴുവൻ നെല്ലും സംഭരിക്കണമെന്നും കർഷകർ ആവശ്യപ്പെട്ടു. വേനലില് കുറച്ച് കൂടുതൽ നെല്ല് കിട്ടാറുണ്ട് കർഷകന്. ആ നെല്ല് എടുക്കാണ്ട് അപ്പോൾ ഞങ്ങൾ ഈ മഴക്കാലമാകുമ്പോൾ കഴിഞ്ഞ സീസണിൽ കുറച്ച് നെല്ല് കിട്ടിയുള്ളൂ. ഞങ്ങൾ പട്നിയിലാണ്. ആ കുറച്ച് നെല്ല് കിട്ടിയത് അതെടുത്തല്ലോ. പിന്നെന്താ, അപ്പം കൂടുതൽ കിട്ടുമ്പോഴും സർക്കാർ ഏറ്റെടുക്കണ്ടേ? കൂടുതൽ നെല്ല് കിട്ടുമ്പോഴും കുറവ് നെല്ല് കിട്ടുമ്പോഴും സർക്കാർ അതിൻ്റെ പണമല്ലേ തരുന്നുള്ളൂ. അത് ക്ലിയർ ആക്കണം. പിടുത്തം നടക്കില്ല. കർഷകൻ്റെ 2 കിലോ പിടിക്കും ഓരോ മില്ലുകാർ ഓരോ രൂപത്തിലാണ് പറയുന്നത്. അതുകൊണ്ട് കർഷകൻ്റെ നെല്ല് പിടിക്കാൻ ഒരു അവസരത്തിലും അനുവദിക്കില്ല. നിലവിൽ 2500 കിലോയാണ് ഒരു ഏക്കറിന് കൂട്ടി നിശ്ചയിച്ചിരിക്കുന്നത്. എന്നാൽ ഏക്കറിന് 2800 കിലോ വരെ മിക്ക കർഷകർക്കും വിളവ് ലഭിച്ചിട്ടുണ്ട്. ജനം, പാലക്കാട്.